പെരുന്നാൾ തലേ എന്നുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫുഡും മൈലാഞ്ചിടലും പിന്നെ കുട്ടികളായിട്ടുള്ള ഓരോ കളികളും കാര്യങ്ങളും ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പെരുന്നാളിനൊരു 1 വീക്ക് മുമ്പ് തന്നെ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാലും നമ്മൾ സ്റ്റെൻസിലൊക്കെ മേടിക്കുന്നത് അതിൻ്റെ തലേന്നായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റെൻസിലിന് വേണ്ടിയിട്ട് മക്കൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. തനൂസ് 2 ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് മൈലാഞ്ചി ഇടാൻ വേണ്ടി പറഞ്ഞിട്ട്. ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കളെ പെരുന്നാളൊക്കെ കൊള്ളാമായിരുന്നുണ്ട്. എനിക്ക് ഫാസിയൊക്കെ നോമ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നോമ്പ് തുറക്കാനായി. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാമെന്ന് കരുതി. പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കസ്റ്റാർഡിൻ്റെ ഒരു ഫ്രൂട്ട് പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് മൊത്തത്തിൽ ഇഷ്ടമുള്ള ഒരു സാലഡാണ് കേട്ടോ ഇത്. ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപോലെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് ഞാനിത് ചെയ്യാമെന്ന് കരുതി. ഇതിലേക്ക് ഞാൻ കുറേ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കൂടുതലും ഫ്രൂട്ട്സ് വയറ്റിൽ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഫ്രൂട്ട്സിൻ്റെ ആൾക്കാരാണ്. നമ്മുടെ ഈ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന 2 ഫ്രൂട്ടാണ് കേട്ടോ, പഴവും മാംഗോയും. അപ്പം ഇത് ഒഴിച്ചു കൂടരുത്, നല്ല ടേസ്റ്റ് കൊടുക്കും. നല്ല പഴുത്ത മാങ്ങയും കൂടെ ആണെങ്കിൽ പഴമാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ് കട്ടിങ് ആണെങ്കിൽ പിന്നെ മക്കൾ അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. പിന്നെ ഞാൻ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. 2 പേര് ആയതിനു ശേഷം വലിയ പെരുന്നാൾ, രണ്ടാമത്തെ വലിയ പെരുന്നാളാണ് കേട്ടോ. മാഷാ അല്ലാ. 2 പേരിങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റാക്ക് നമ്മൾ ട്രെൻഡുകളിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇപ്പോൾ ഇത് നല്ല സെയിലും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. ഇതിലേക്ക് എൻ്റെ 1 ലിറ്റർ മിൽക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുക. പാല് തിളക്കുന്ന സമയത്ത് നമ്മളിതാ കസ്റ്റാർഡ് പൗഡർ ഒരു 4-5 ടേബിൾ സ്പൂൺ 1 ലിറ്ററിലേക്കാണ് കേട്ടോ. എന്നിട്ട് തണുത്ത പാലിൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പാല് തിളക്കുന്ന സമയത്ത് അതിലേക്ക് മെല്ലെ സ്ലോ ആയിട്ട് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും തണുത്ത പാലും കൂടി മിക്സ് ചെയ്ത ഒരു മിശ്രിതം ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അതിലേക്ക് ഒരു ബൗളിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കസ്റ്റാർഡ് മിൽക്ക് നല്ല അടിപൊളിയായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും തട്ടി കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്നട്ടോ പിന്നെ നട്ട്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം അടിപൊളിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഇതാ ഒരു 2 മണിക്കൂർ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പാറ്റുലാസ് ആയിക്കോട്ടെ, എൻ്റെ കിച്ചൺ ട്രാക്ക്, എൻ്റെ ആ ഒരു വാൾ സ്റ്റിക്കർ എല്ലാം ഞാൻ ട്രെൻഡുകളിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളും ടാക്കിൻ്റെതും ബോണേറയുടെ പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പാത്രങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടണമെങ്കിൽ എൻ്റെ സ്റ്റോറിയിൽ ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ റീൽ എനിക്കൊന്ന് പ്രൈവറ്റായിട്ട് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ നേരെ പൂത്തിരി വാങ്ങാൻ വേണ്ടിയിട്ട് അൽക്കബായിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി ഈദ് വ്ളോഗ് നാളെ ഇടാട്ടോ. ടാറ്റാ ബൈ.